സ്മോൾ മിഡ് ക്യാപ് സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മേഖലയിലുള്ള IT ഓഹരികളുടെ ഒരു പെർഫോമൻസ് കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും അധികം നേട്ടം നൽകുന്ന ഒരു മിഡ് ക്യാപ് IT കമ്പനി സെൻസർ ടെക്നോളജീസ് ആണ്. 11% നേട്ടവും അതിന് തുല്യമായിട്ടുള്ള വോളിയത്തിലും ഏറ്റവും അധികം ഉയർച്ച കാണാൻ സാധിക്കുന്നത് സെൻസർ ടെക്കിന്റെ ഓഹരികളിലാണ്. അതിനോടൊപ്പം തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, LTI മൈൻഡ്സ് എന്നിവയിലും ശക്തമായ ഒരു വോളിയം സപ്പോർട്ടോടു കൂടിയുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. സെൻസർ ടെക്നോളജീസ് 11% നേട്ടം കൈവരിക്കുമ്പോൾ ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ, ഒറാക്കിൾ, സിയന്റ്, മാസ്റ്റെക്, പേഴ്സിസ്റ്റന്റ് സിസ്റ്റം എന്നീ ഓഹരികളിൽ 4% മുകളിൽ നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം ഓവറോൾ ഒരു ബുള്ളിഷ് രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോഴും, അതായത് മാർക്കറ്റ് ഒരു ബുള്ളിഷായി നിലനിൽക്കുമ്പോഴും ഇടിവ് നേരിടുന്ന ഒരു ഓഹരിയാണ് KFin ടെക്നോളജീസ് എന്ന് പറയുന്നത്. 1650 കോടി രൂപ മൂല്യമുള്ള ലാർജ് ഡീൽ നടന്നതിനെ തുടർന്നാണ് ഓഹരികളിൽ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. ഡീൽ വില 500 രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ അതിനെ തുടർന്ന് ഇടിവ് നേരിടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ലാർജ് ഡീലിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വോളിയത്തിലും ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തെ ഡെയിലി ട്രേഡഡ് ആവറേജ് വോളിയം എന്ന് പറയുന്നത് 3 ലക്ഷത്തോളം ഷെയർസ് ആയിരുന്നു. ഇന്നത്തെ ഒരു വോളിയം ഏകദേശം 5 കോടി ഷെയർസ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിലും ഇത്തരം ലാർജ് ഡീലിനെ തുടർന്ന് ഓഹരികളിൽ 9% വരെ ഇൻട്രാഡേയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു നഷ്ടമൊക്കെ തന്നെ തിരികെ കൊണ്ടുവന്ന 509 രൂപയിൽ ഇപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു ഏപ്രിലിൽ ബോട്ടം ഔട്ട് ചെയ്ത ലെവല് എന്ന് പറയുന്നത് ഏകദേശം 483 രൂപയായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നും 100%-ലധികം നേട്ടം നൽകാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞൊരു ഏപ്രിലിൽ ബോട്ടം ഔട്ട് ചെയ്തതിനു ശേഷം 100%-ലധികം നേട്ടം നൽകി ഒരു മൾട്ടി ബാഗറായി മാറാനായിട്ട് KFin ടെക്നോളജീസിന് സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ഒരു ഇടിവ് 563 രൂപ എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഇടിവ് നേരിടുമ്പോഴും ഒരു നേട്ടം നൽകാനായിട്ട് ഓഹരികൾക്ക് സാധിക്കുമെന്നാണ് ബ്രോക്കറേജുകൾ പറയുന്നത്. ഇതിന് 5 കാരണങ്ങളും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഇന്നത്തെ മാർക്കറ്റ് ഫിനാലിയുടെ എപ്പിസോഡ് നമുക്ക് KFin ടെക്നോളജീസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനിയാണ് KFin ടെക് എന്ന് പറയുന്നത്. അസറ്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, കോർപ്പറേറ്റ് ഇഷ്യൂവേഴ്സ് തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടെക്നോളജി സേവനങ്ങളാണ് കമ്പനി നൽകുന്നത്. ഇന്ത്യ, മലേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. എന്തുകൊണ്ടാണ് KFin ടെക്നോളജിയിൽ നിക്ഷേപിക്കാമെന്ന് ബ്രോക്കറേജ് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓഹരി വിപണിക്കും അനുബന്ധമായിട്ടുള്ള അസറ്റ് ക്ലാസുകൾക്കും ലഭിക്കുന്ന സ്വീകാര്യതയും ഒപ്പം ഈക്വിറ്റി ബൂമുമാണ്. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനി, അതിന്റെ കസ്റ്റമേഴ്സിന്റെ ഒരു മാർക്കറ്റ് വളരും തോറും ഈ ഒരു കമ്പനിയും സ്വാഭാവികമായും വളരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെന്റിന് 34% മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട്. 2020 ശേഷം 5%-ലേറെ വിപണി വിഹിതം കൈയടക്കാനായിട്ട് KFin ടെക്നോളജീസിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 46 AMC കമ്പനികളിൽ 25 എണ്ണത്തിൽ KFin ടെക്നോളജി സേവനങ്ങൾ നൽകുന്നുണ്ട്. മന്ത്ലി SIP ഫ്ലോസ് നോക്കുകയാണെങ്കിലും 40% മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട്. സ്ഥിരമായ ഒരു ആനുറ്റി റവന്യൂ ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കമ്പനിയുടെ ഇഷ്യൂവർ സൊല്യൂഷൻ ബിസിനസ്സിലും ഉയർന്ന മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട് എന്നതാണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 500 കമ്പനികളിൽ 47.4% മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ KFin ടെക്നോളജി ഇഷ്യൂവർ സൊല്യൂഷൻ സേവനങ്ങൾ നൽകുന്ന കമ്പനികളാണ്. ടോട്ടൽ 5693 കോർപ്പറേറ്റ് ക്ലയൻസുകളെ കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനികൾ IPOയുമായി കടന്നു വരുമ്പോൾ അവർക്ക് രജിസ്ട്രാർ സേവനങ്ങളും കമ്പനി നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ IPO കടന്നു വരുന്നു. അതിന്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ആണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും മികച്ച 10 IPOകൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ 6 എണ്ണത്തിലും RTA എന്ന് പറയുന്നത് KFin ടെക്നോളജീസ് ആയിരുന്നു. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കുള്ള RTA എന്നീ സേവനങ്ങൾക്കും അപ്പുറം പുതിയ അസറ്റ് ക്ലാസ്സിലേക്കും തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് KFin ടെക്നോളജീസിന് സാധിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് എന്നിവയിലേക്കും കമ്പനിക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മേഖലയിൽ 37.2% വിപണി വിഹിതം ഇപ്പോൾ കമ്പനിക്കുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ, ഇൻഷുറൻസ് മേഖല എന്നിവയിലേക്കും അഡ്മിനിസ്ട്രേഷൻ സൊല്യൂഷൻസ് നൽകാനായിട്ട് കമ്പനി ഉള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ടെക്നോളജി അധിഷ്ഠിത പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ടെക്നോളജി സൊല്യൂഷനുകളിലും ഉൽപ്പന്ന നവീകരണത്തിലും കമ്പനി കാര്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് ലീവറേജും വേഗത്തിൽ സൊല്യൂഷൻസ് നൽകുന്നതിനുള്ള ഒരു സൗകര്യവും ടെക്നോളജിയിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ നൽകും. 850ഓളം IT എഞ്ചിനീയേഴ്സ് ഉൾപ്പെടുന്ന ടീം 15 ലക്ഷം ശരാശരി പ്രതിദിന ഇടപാടുകളാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഏറ്റവും അവസാനമായി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് KFin ടെക്നോളജീസിന്റെ വാല്യുവേഷൻ തന്നെയാണ്. വാല്യുവേഷൻ അടിസ്ഥാനത്തിൽ ഡിസംബർ 14 ഇന്നലത്തെ ഒരു മാർക്കറ്റ് ക്ലോസിംഗിന്റെ ബേസിസ് സംസാരിക്കുകയാണെങ്കിൽ PE എന്ന് പറയുന്നത് 39 ടൈംസ് ആണ്. വരുമാന അനുമാനങ്ങളുമായിട്ട് കണക്കാക്കുമ്പോൾ കഴിഞ്ഞ 2023 PE റേഷ്യോ എന്ന് പറയുന്നത് 42.4 ടൈംസ് ആയിരുന്നു. ഇപ്പോൾ വിപണിയിൽ കാണുന്ന മുന്നേറ്റവും ബുൾസിന്റെ നിലനിൽപ്പും KFin ടെക്നോളജീസിന് വരുമാനമായി മാറുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. 2023-26 സാമ്പത്തിക വർഷത്തിനിടയിൽ 17% CAGR വളർച്ച വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 636 രൂപയാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് 20% നേട്ടമാണ് KFin ടെക്നോളജീസിന്റെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ 9% വരെ ഇടിഞ്ഞെങ്കിലും ആ ഒരു ഡിപ്സിൽ നമുക്ക് ബൈയിങ് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ചാർട്ട് ബേസിസിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായത്തോടെ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ആ ഒരു 500 രൂപയ്ക്ക് അടുത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ പകുതിയിലധികം നഷ്ടത്തോളം തിരിച്ചെടുക്കാനായിട്ട് KFin ടെക്നോളജീസിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു ടെക്നോളജി മേഖല മൊത്തത്തിൽ നേട്ടം കൈവരിക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. KFin ടെക്നോളജീസിനെ പോലെ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഇടിവ് നേരിടുന്ന IT ഓഹരി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ആണ്. KFin ടെക്നോളജീസിനെ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവർക്ക് സേവനങ്ങൾ നൽകുന്ന മറ്റൊരു ഫിൻടെക് കമ്പനിയാണ് CAMS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. 13,524 കോടി രൂപയ്ക്ക് അടുത്തായിട്ട് കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് കടന്നു വരുന്നുണ്ട്. നിലവിൽ ഓഹരി 1% ഇടിവിൽ 2,714 രൂപയിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് RTA സേവനങ്ങൾ നൽകുന്ന കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റിന്റെ വിപണി വിഹിതം എന്ന് പറയുന്നത് 69%. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നീ ടെക്നോളജീസ് കമ്പനി അവരുടെ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 280ഓളം സേവന കേന്ദ്രങ്ങൾ കമ്പനിക്കുണ്ട്. KFin ടെക്നോളജീസിന് സമാനമായി സമ്പാദ്യശീലങ്ങൾ, നിക്ഷേപശീലങ്ങൾ ഒക്കെ തന്നെ ഉയരുന്നതും ഓഹരി വിപണിക്ക് മുൻതൂക്കം ലഭിക്കുന്നതും CAMSന് നേട്ടം നൽകുന്നു. ശക്തമായ ഒരു വരുമാന ട്രാക്ക് റെക്കോർഡും CAMS എന്ന കമ്പനിക്കുണ്ട്. ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി എബിറ്റ മാർജിനുകളോടെ അതിവേഗം വളരുന്ന ഒരു RTA മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് CAMS എന്ന് കാണാം. 40% കൂടുതൽ എബിറ്റ മാർജിനും കമ്പനിക്കുണ്ട്. പുതിയ ക്ലയന്റ് രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിലും കമ്പനി ശക്തമായ ഒരു വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് SIP ബുക്ക് 24% വാർഷികാടിസ്ഥാനത്തിൽ ഉയർന്നിട്ടുണ്ട്. ഒന്നാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ 8% ഉയർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി AIF, PMS, ഗിഫ്റ്റ് സിറ്റി, CAMS, ഫിൻസർവ്, CRA എന്നിങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് ഇതര അസറ്റ് ക്ലാസ്സിലും കമ്പനി അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലകളിൽ നിന്നൊക്കെ അത്തരം അസറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ തന്നെ ഒരു വളർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വാല്യുവേഷൻ മെട്രിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ PE അനുപാതം 40 ടൈംസ് ആയിട്ടാണ് 2024 രേഖപ്പെടുത്തിയിരിക്കുന്നത്. CAMS ഓഹരികളിലേക്ക് ശക്തമായ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണാം. ഓഹരിക്ക് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3,014 രൂപയാണ്. 2,712, 2,767 എന്നിവയൊക്കെ തന്നെ അക്യുമുലേഷൻ റേഞ്ച് ആയിട്ടും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 1% ഇടിവ് നേരിട്ട് CAMS 2,715 രൂപയിലും KFin ടെക്നോളജീസ് 4% ഇടിവിൽ 510 രൂപയിലും ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നു.